നാട്ടിൽ വന്ന ഒരു ക്ഷേത്ര ദർശനം എനിക്ക് പതിവുള്ളതാണ് കേട്ടോ. ഈ പ്രാവശ്യം ഞാനത് തെറ്റിച്ചില്ല. ഈ പ്രാവശ്യം ഞാൻ പോയത് വളയനാട് ശ്രീ ദേവീ ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. വല്ലാത്തൊരു മനസ്സിന് സന്തോഷവും ഒരു ധൈര്യമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പാഴാക്കാറില്ല കേട്ടോ. കേരളത്തിൽ ജനിച്ച് വളർന്നുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് നോർത്ത് ഇന്ത്യയിലെ ഏത് അമ്പലത്തിൽ പോയാലും ഇവിടുത്തെ അമ്പലങ്ങളിൽ വന്ന ഒരു തൃപ്തി ആവാറില്ല കേട്ടോ. രാവിലെ ഇങ്ങനെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന് എനിക്ക് കിട്ടുക. ആ ഒരു ഡേ ഫുൾ ഭയങ്കര എനർജറ്റിക്കും ആയിരിക്കും എനിക്ക്. പിന്നെ ഈ ബോയ്സിനൊക്കെ ഷർട്ട് ഊരി വെക്കണ പരിപാടി നോർത്ത് ഇന്ത്യയിലില്ല കേട്ടോ. അവിടെ നമുക്ക് അടിപൊളിയായിട്ട് ജാക്കറ്റ് വരെ ഇട്ടിട്ട് അമ്പലത്തിൽ കയറാം. പിന്നെ അവിടുത്തെ ക്ലൈമറ്റും അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് രാവിലെ എണീച്ച് കുളിച്ച് അമ്പലത്തിൽ പോകുന്നതൊന്നും വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇവിടുന്ന് ഇതെല്ലാം മാറി ഇതെല്ലാം കിട്ടാതാവുന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് ഞാൻ ഇതെല്ലാം വല്ലാണ്ട് മിസ് ചെയ്തു പോയത്. ഇങ്ങനെ ഇലക്കുമ്പിളിൽ കിട്ടുന്ന പ്രസാദമൊന്നും നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടില്ല കേട്ടോ. ഈ വാഴൻ്റെ ഇലയിൽ ഇങ്ങനെ ഈ പ്രസാദമൊക്കെ വാങ്ങി അതിങ്ങനെ നമ്മൾ കയ്യിൽ പിടിച്ച് നടക്കുമ്പോൾ തന്നെ വല്ലാത്ത എന്തോ ഒരു പോസിറ്റീവ് എനർജി എൻ്റെ ഉള്ളിലേക്ക് വന്ന് നിറയണ പോലെയാണ് എനിക്ക് തോന്നാറ്. ഋഷിക്കുട്ടനാണെങ്കിൽ ഭയങ്കര വലിയ അമ്പലം കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തോടെ തുള്ളിയായിരുന്നു അവൻ അമ്പലത്തിന് ചുറ്റും നടന്നത്. വളയനാട് ക്ഷേത്രത്തിൽ ദേവീ രൂപം അല്ലാണ്ട് വേറെ ഒരുപാട് മൂർത്തി രൂപങ്ങളുണ്ട് കേട്ടോ. കുറേ കാലം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ എല്ലാ സ്ഥലത്തും ഞാൻ കാണാറുണ്ട്. പക്ഷേ ക്ഷേത്രങ്ങളിൽ അന്നും ഇന്നും ഒരേപോലെ നിരന്ന് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് കേട്ടോ. ക്ഷേത്രങ്ങൾക്ക് മാത്രമാണ് ഞാൻ വലിയ മാറ്റങ്ങളൊന്നും എപ്പോഴും കാണാത്തത്. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി മസാലദോശ കഴിക്കലാണ്. എപ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും എനിക്കൊരു മസാലദോശ അത് നിർബന്ധമാണ്. ഞാനും മസാലദോശയും നല്ല അടിപൊളി ചായയും കഴിച്ചപ്പോൾ അമ്മയും ഏട്ടനും കഴിച്ചിട്ടുണ്ടായിരുന്നത് പൊറോട്ടയായിരുന്നു. പൊറോട്ടയും മസാലക്കറിയും. ചായയൊക്കെ കഴിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ കപ്പയും ചീരയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് കപ്പയും ചീരയൊക്കെ വാങ്ങി കേട്ടോ. കപ്പയ്ക്കൊക്കെ 4 കിലോയ്ക്ക് 100 രൂപയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ 4 കിലോയും മേടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ട് ഇന്നത്തെ ദിവസം എനിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ.